നമസ്കാരം. ബോസ് ട്രെയിൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത് ഓൾഡ് ഫുക്കറ്റ് ടൗണിലെ കാഴ്ചകളായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് പത്തോങ് ബീച്ചിലേക്കായിരുന്നു. നമ്മൾ പകൽ കണ്ട പോലെയല്ല, വൈകിട്ടായി കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് പാർട്ടി സ്ട്രീറ്റാണ്. കുറേ ക്ലബ്ബും പബ്ബും ഫുഡും അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സകലമാന സാധനങ്ങളും ഇവിടെ കിട്ടും. അതുകൂടാണ്ട് നമ്മൾ പിറ്റേ ദിവസം ഫിഫി ഐലൻഡ് ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ നമ്മൾ തുടങ്ങി വെക്കും, അല്ലെങ്കിൽ വീഡിയോ വളരെ വലുതായി പോകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പോസ്റ്റ് ട്രെയിൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പത്തോങ് ബീച്ചിൽ എത്തിയിട്ടാ രാത്രിയായി. ഇവിടെ ഫുള്ള് വൈബ് പരിപാടികളാണ്. അവിടെ ഇപ്പോൾ ഒരു സൈഡിൽ സൂമ്പ നടന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ. എന്താ വേണ്ട, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇത്തിരി നേരം ബീച്ചിൽ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രീറ്റിലോട്ട് നടക്കണം. അവിടെ വരുന്നവരും നിന്നവരൊക്കെ സൂമ്പൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതെല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ നടക്കുന്നതാണ്. ബീച്ച് പറയാണ്ടിരിക്കാൻ വേണം, നല്ല തൂവെള്ള കളറുള്ള മണല് കാര്യങ്ങളൊക്കെയാണ്. ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. എൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഫുള്ള് കച്ചവടവും പരിപാടിയൊക്കെ കേട്ടോ. ചെറിയൊരു സ്കോപ്പുള്ള ആൾക്കാർ വിടുന്നില്ല. ബീച്ചിൽ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പായ കൊടുക്കുന്ന അത് വേറൊരു ബിസിനസ്. ഇതാണ് പത്തോങ് ബീച്ചിൻ്റെ ബീച്ച് സൈഡിലുള്ള എൻട്രൻസ്. ഇതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു എൻട്രൻസ് കൂടെ ഉണ്ട്. നമ്മൾ ഈ ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിലേക്കുള്ളതുപോലെ രണ്ട് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റോഡുള്ളത്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്യുവർലി ഞങ്ങളൊരു അടിച്ചുപൊളി ട്രിപ്പ് എന്നുള്ള രീതിയിൽ വന്നതാണ്. ഇവിടെ കൂടുതൽ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ റെസ്റ്റോറൻറ്റിനും ഫ്രണ്ടിൽ അവർ ഇതേപോലെ മെനു കാർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി. ഫുള്ള് വൈബ് പരിപാടികളാട്ടോ എല്ലാം. നമ്മൾ ആ മെയിൻ സ്ട്രീറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഫുക്കറ്റിൽ തന്നെ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ്, ബാംഗ്ലൂർ റോഡ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബീച്ച് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് ആണിത്. നമുക്ക് അപ്പുറത്ത് അറ്റം വരെ നടക്കാം, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിക്കാം. സ്ട്രീറ്റിലൊക്കെ തിരക്കായി വരുന്നതേ ഉള്ളൂ. നമുക്ക് നൈറ്റ് ഒരു 12, 1, 2 മണി വരെയൊക്കെ ഈ പാർട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. വാഹനങ്ങൾക്ക് ഈ സ്ട്രീറ്റിലേക്ക് എൻട്രൻസ് ഇല്ല. നമുക്ക് നടന്ന് മാത്രമേ ഇതിനകത്തേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. ഇത് മുഴുവൻ ചിലവാകും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒരു കഞ്ചാവ് വിൽക്കുന്ന കടയാട്ടോ ആ കാണുന്നത്. അത് ഇവിടെ ലീഗലാണ്, അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഷോപ്പൊക്കെ ഇട്ട് വിൽക്കുന്നത്. ചുമ്മാ കഞ്ചാവിൻ്റെ ഇല പൊതിഞ്ഞു കൊടുക്കുക എല്ലാവരും അവിടെ ചെയ്യുന്നത്. അവരതുകൊണ്ടിട്ട് പലതരത്തിലുള്ള ബ്രൗണി, കേക്ക്, സ്വീറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ സൂക്ഷിക്കേണ്ടിയിരിക്കും. പിന്നെ മദ്യത്തിനൊക്കെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെയിം റേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വലിയ കുറവൊന്നുമില്ല. പിന്നെ ഇവിടെ തായ്ബാത്തിലാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ 7-11 സ്റ്റോഴ്സ് ഉണ്ട്. ഇതിനകത്തും ഉണ്ട്, ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിലും ഉണ്ട്. അവിടെ നിന്നാണെങ്കിലും റേറ്റ് കുറച്ച് കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഇവർ ഓരോ കടയുടെയൊക്കെ ഇൻറ്റീരിയർ ചെയ്തേക്കണ കാണുന്നത് ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഈ ഒരു സ്ട്രീറ്റിനും അതിൻ്റെ ഒരു വൈബിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ. ഇത് കണ്ടോ, ബോക്സിങ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ബോക്സിങ് കാണാൻ വരലും ബെറ്റ് വെക്കലും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട്. ആൾക്കാർ ചുമ്മാ വഴിയിൽ ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അവർ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവര് വഴിയിൽ സെറ്റ് ചെയ്തേക്കണേ കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പുറത്തറ്റത്ത് എത്തിയിരിക്കുകയാണ്.
ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഹോട്ടലിലോട്ട് പോകാട്ടോ നമ്മൾ താമസിക്കുന്നിടത്തേക്ക്. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നടക്കുകയാണ് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ. ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് കയറിയിട്ട് 2 സീറ്റ് പിടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഈ സ്ട്രീറ്റിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. കാസിനോ, മസാജ് സെൻറ്റർ, പബ്ബ്, ബാർ, സ്ട്രിപ്പ് ക്ലബ്ബ്. പിന്നെ ഇത്ര നേരം ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ടും സേഫ് അല്ല എന്നുള്ള അങ്ങനത്തെ തോന്നലൊന്നും നമുക്ക് വന്നിട്ടില്ല. ഫാമിലി ആയിട്ട് ഒരാൾക്കാർ വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൺസേണിൻ്റെ ഒന്നും ആവശ്യമില്ല. നാളെ രാവിലെ 8 മണിക്കാണ് നമുക്ക് ഫിഫി ഐലൻഡ് ടൂർ. ഹലോ ഗൈസ്, മോർണിംഗ്. ഞങ്ങളപ്പോൾ ഇന്ന് ഫിഫി ഐലൻഡ് ടൂറിന് വേണ്ടിയിട്ട് പോകാം. അതിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നോക്കി, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ കഴിക്കാൻ. ഞങ്ങൾ കൈ കിട്ടിയൊക്കെ വേഗം എടുത്തു. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ വരും. അപ്പോൾ ഇന്നത്തെ ടൂർ നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി വിഷയം ഞങ്ങൾ പോണ വഴിക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഫിഫി ഐലൻഡ് ടൂറിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച ഉടനെ ലോബിയിൽ വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഇതിൻ്റെ ടൂർ ഓപ്പറേറ്ററിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ ലക്ഷറി ക്യാബിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിറച്ച ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മീറ്റിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് നമ്മളെ പിക്കപ്പ് ചെയ്ത പോലെ തന്നെ പല വണ്ടികൾ പല സ്ഥലത്ത് പോയിട്ട് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളിത് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്തതാണ്. ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് ഉള്ളിൽ പോയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം അവർ നമ്മളെ ഗൈഡ് ചെയ്യും. നമുക്ക് ഈ സാധനമൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് 2 മാസ്ക്, സ്നോർക്കലിങ്ങുള്ള ഐറ്റമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നീന്താണെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ ഇതെടുത്ത് വെച്ച് ചാടും. ഇവിടുത്തെ ഇവിടെ നിന്ന് നമുക്ക് വെള്ളമൊക്കെ മേടിക്കണേ ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. പിന്നെ രാവിലെ ഇവർ ചെറിയൊരു സ്നാക്സ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡാണ്. നമുക്ക് വേണമെന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കഴിക്കാം. ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ട് വന്ന കാരണം പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചില്ല. പിന്നെ വെള്ളമൊക്കെ എന്തെങ്കിലും മേടിച്ചിട്ട് പോകണമായിരിക്കും നല്ലത്. അല്ലെന്നാണെങ്കിൽ ബോട്ടിൽ വെള്ളമൊന്നും കിട്ടാൻ വഴിയില്ല. നമ്മളെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാരോട് വന്നിരിക്കുന്നുണ്ട്. ഇതങ്ങനെ നീന്താൻ അറിയണമെന്നൊന്നുമില്ല. നമുക്ക് ഈ സാധനമൊക്കെ എടുത്ത് വെച്ച് ചാടാം. അവർ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരും. അതെന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഫുൾ സെറ്റപ്പിൽ നമ്മളിവിടെ നിന്ന് പോകുന്നു. ഞങ്ങളത് വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ബാഗ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ക്യാമറയുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുന്നു. നമ്മളെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരോട് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ തോന്നുന്നു. അവരിവിടെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. Today, if you see on your wristband today, so guys, your wristband, we got phone number, right? Your wristband, we got phone number. അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടോ. നമ്മൾ എവിടേക്കാണ് പോണത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നൊക്കെയാണ് അവരിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നമ്മൾ ലക്കിയാണെന്ന് അവർ പറയണം. മായാബേ എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഇപ്രാവശ്യം ഓപ്പണാണ്. അല്ലെന്നാണെങ്കിൽ അത് അടച്ചിടുക സാധാരണ പതിവ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കാം. ഇപ്പോൾ 2 ബോട്ടിലായിട്ടാണ് നമ്മൾ ഇത്ര ആൾക്കാർ പോകുന്നത്. അപ്പോൾ അവർ ഈ ബാൻഡ് തന്നിട്ടുണ്ട്. ഈ ബാൻഡ് അനുസരിച്ച് ഇവിടെ നമ്മൾ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബാൻഡ് കളറിലുള്ള ഓരോ ഗൈഡുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. നമ്മളിപ്പോൾ പുള്ളി പറഞ്ഞ പോലെ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത്രയും പേരാണ് ഒരു ബോട്ടിൽ പോവുക. സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തിട്ട് ഞങ്ങൾ പോകണം. പക്ഷെ അതിനകത്തൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നു. ഈ വെയിൽ കണ്ടിട്ട് 1 മണിക്കൂർ എടുക്കും നമ്മൾ ഫസ്റ്റ് ഐലൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ നമുക്കൊരു സ്നോർക്കലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഐലൻഡിൽ പോകും. അതിനുശേഷം നമുക്ക് ലഞ്ച് ഉണ്ട്. അതിനുശേഷം 3 ഐലൻഡാണ് നമ്മൾ ഇന്ന് ആകെ കൂടെ വിസിറ്റ് ചെയ്യുന്നത് ടോട്ടലി. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അത് ഏതൊക്കെയാണെന്ന് പറയാം. ഇതെല്ലാം ഓരോ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ബോട്ടുകളാട്ടോ. പിക്കപ്പ് ഡ്രോപ്പ് എല്ലാം ഇവർ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. ഇന്നൊരു ദിവസം നമുക്ക് വലിയ ചിലവൊന്നും വരാനില്ല. കാരണം ഉച്ചക്കത്തെ ലഞ്ചടക്കം ഇവരാണ് പ്ലാൻ ചെയ്യുന്നത്. ഈവനിങ് തിരിച്ച് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അവർ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലാട്ടോ നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് വെയിൽ കാരണം ഒരു രക്ഷയില്ല. ഇപ്പോൾ ഈ ബോട്ട് എടുത്തു കഴിഞ്ഞ് 45 മിനിറ്റ്സാണ് നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ ഞാൻ ഈ ഐലൻഡ് ടൂറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതിൽ ഒരാൾക്ക് 3500 രൂപയാണ്, ഇന്ത്യൻ റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ടൊരു ഫുൾ ഡേ ടൂറാണ്, ഫിഫി ഐലൻഡ് ടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ നിങ്ങളുടെ ഹോട്ടൽ ഏതാണോ അവിടെ നിങ്ങളുടെ കോർഡിനേറ്റർ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യും. നല്ലൊരു വണ്ടിയിലാണ് അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോവുക.
അതിനുശേഷം അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. പിന്നെ ഞങ്ങളുടെ ആ വലിയ ഗ്രൂപ്പ് 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ബോട്ടിലായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പല ടൈപ്പിലുള്ള ബോട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പാക്കേജൊക്കെ എടുത്ത് വരുന്നവർക്ക് അവർ ലോങ് ടെയിൽ ബോട്ട് റൈഡ് എന്ന് പറയും, അല്ലെന്നാണെങ്കിൽ ക്രൂസ് ഷിപ്പ് റൈഡ് എന്ന് പറയും. ലോങ് ടെയിൽ ബോട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് ബോട്ട് 3/4 മണിക്കൂർ കൊണ്ട് എത്തുന്നിടത്ത് അത് 1.5 മണിക്കൂർ കൊണ്ട് എത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ലോങ് ടെയിൽ ബോട്ടിൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മായബേയിലും അല്ലെ ഫിഫി ഐലൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു റൗണ്ട് ട്രിപ്പ് എടുക്കാനായിട്ട് അവിടെ ഒരുപാട് ബോട്ട് ഉണ്ടാവും, ഈ ലോങ് ടെയിൽ ബോട്ട്. പിന്നെ സീ സിക്നെസ്സിൻ്റെ പ്രോബ്ലം വരാൻ സാധ്യതയുള്ളവർക്ക് അവരവിടെ നിന്ന് മെഡിസിൻ തരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും, കാരണം ഇത് നല്ല വേവുള്ള സമയത്തായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന മറ്റൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐലൻഡ് ടൂറിന് പോകുമ്പോൾ എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണോ എന്നുള്ളതായിരുന്നു. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്ത് നിങ്ങൾക്ക് ബാഗിൽ വെക്കാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ ചാടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. അതല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ടുകൊണ്ട് വരാം. കാരണം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളുടെ മായാബേ ബീച്ചാണ്. അവിടെ മാത്രമാണ് കുറച്ച് ഫോട്ടോസിനൊക്കെ ഉള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതെടുത്തതിന് ശേഷം അവിടെ തന്നെ നിങ്ങൾക്ക് ചേഞ്ചിങ് റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുശേഷം ഡ്രസ്സ് മാറി നമ്മളുടെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സ്വിം സ്യൂട്ട് പോലത്തെ ഡ്രസ്സ് എടുത്തിടാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഇടാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മളുടെ ഈ ഫിഫി ഐലൻഡ് ടൂറിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള മായാബേയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ലോങ് ടെയിൽ ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 2 മലയിടുക്കുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മളുടെ ബോട്ട് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ഒരു താൽക്കാലിക ബോട്ട് ജെട്ടി പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബോട്ട് വന്ന ആൾക്കാരെ ഇറക്കി പിന്നെ അടുത്ത ബോട്ടുകൾക്ക് വരാൻ വേണ്ടിയിട്ട് അതിൽ മാറിക്കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി ഉള്ളിലോട്ട് കുറച്ച് നടക്കണം. 40 മിനിറ്റ്സാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫിഫി ഐലൻഡ് ടൂറിൻ്റെ ബാക്കി കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.